so today's video about a business trick. ഇന്ന് ഞാൻ അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. സോ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്തായാലും മറക്കണ്ട. ഫസ്റ്റ് തന്നെ ക്രോഷറ്റ് ആണ്. ഇറ്റ്സ് എ ബെസ്റ്റ് ബിസിനസ് ഓപ്ഷൻ. നിങ്ങൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചെയ്ത് ആദ്യം സെറ്റ് ആവില്ല, പിന്നെ ചെയ്ത് സെറ്റാക്കി കൊടുക്കാം കസ്റ്റമേഴ്സ് പറയുന്ന രീതിയിൽ. അതുപോലെ തന്നെയാണ് ബ്രേസ്ലെറ്റ്, നെയിം വെച്ച് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ നെയിം വെച്ച് തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതുപോലത്തെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയാലും ഇല്ലെങ്കിലും ഒന്ന് സപ്പോർട്ടാക്കാം. അടുത്തത് പെയിൻറ്റിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ നിങ്ങളായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വേഴ്സ് കണ്ടൻറ് ക്രിയേഷൻ ആണ്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതും ആ കൂടെ പെടുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ യൂട്യൂബ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര കുറച്ചുകൂടി യുണീക്കായിട്ടുള്ള ഓപ്ഷൻസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ചൊക്കെ എനിക്ക് അത്രയും നോക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും പാർട്ട് 2 ഇതിലും അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ കാണിക്കുന്നത് കുറച്ച് സ്ക്വിഷ് മെല്ലോസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വേഴ്സ് എംബ്രോയ്ഡറി. ഇത് ചെയ്യാൻ അറിയാമെങ്കിൽ എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഓൾറെഡി ഉള്ള ഐറ്റത്തിലും ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് തരാനായിട്ട് ഓർഡേഴ്സൊക്കെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ്. നെക്സ്റ്റ് വേഴ്സ് ലൈക്ക് ദിസ്, കുറച്ച് ഡെസേർട്ട്സ്, അങ്ങനെ കുക്കിംഗ് മോഡൽ സംഭവങ്ങൾ ചെയ്യാം. മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ആണ്, നിങ്ങളെല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് വേഴ്സ് ജ്വല്ലറി മേക്കിംഗ്. ഇതുപോലത്തെ ബീഡ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ്, അതിന് വേണ്ട ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് ചെയ്യാം. കസ്റ്റമേഴ്സ് പറയുന്ന മോഡലിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ ക്ലേ വെച്ചിട്ട് ചെയ്ത ഒരു വർക്കാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു കീ ചെയിൻ. ഇപ്പോൾ ക്ലേ വെച്ച് കീ ചെയിൻ തന്നെയല്ല, വേറെ ചെയ്യാം. അടുത്തത് റെസിൻ ആർട്ടാണ്. അതുപോലെ കീ ചെയിനായിട്ട് ചെയ്യാം. വേറെ ടൈപ്പ് ഒരെണ്ണമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ 2 കാര്യങ്ങൾ അറിയാം. അത് ഞാൻ വേറെ വീഡിയോയിലായിട്ട് ചെയ്യാം. പിന്നെ ജസ്റ്റ് പോളറോയിഡ്സ് ആണ്. ഇതിനൊക്കെ നല്ല ഓർഡേഴ്സ് ഉണ്ട്. അവർ തന്നെ അവരുടെ ഫോട്ടോസ് അയച്ച് തന്നിട്ട് ചെയ്യാൻ പറയും. പിന്നെ ബൊക്കെയാണ്. റിയൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടൊക്കെ ബൊക്കെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഗിഫ്റ്റ് വെച്ചിട്ട് ബൊക്കെ ചെയ്യാം. ചെറിയ മിനിമലായിട്ടുള്ളത് ചെയ്യാം, ഗ്രാൻഡായിട്ടുള്ളത് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ടു ഡു ലിസ്റ്റ്, മെമോ പാർട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലത്തെ വാഷി ടേപ്സ്, ഇത് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യുന്ന വഴിയുണ്ട്. അല്ലാതെ കുറച്ചുകൂടി ഇതായിട്ട് ചെയ്യാനുള്ള വഴിയുണ്ടോ ഞാൻ പറയാം കേട്ടോ. പിന്നെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഉള്ള ഐറ്റംസിനും ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. പൈപ്പ് ക്ലീനർ വെച്ചുള്ള ക്രാഫ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ആണ്, ഞാൻ തമ്മിലാണ് അതിൽ കൊടുത്തത്. എന്തായാലും നിങ്ങൾ പോയി കണ്ടു നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വേഴ്സ് ഇതുപോലത്തെ പോളറൈഡ്സ് അല്ലെങ്കിൽ വാൾ പോസ്റ്റേഴ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പ്രിൻ്റ് എടുത്തിട്ട് തന്നെ ചെയ്യാം, ഭയങ്കര ഈസിയാണ്. പിന്നെ ഇതുപോലത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മിനിമൽ ഹാമ്പേഴ്സൊക്കെയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായില്ല, പക്ഷെ ഇത് ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിൽസ് ആണ്. ഇതൊക്കെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. വേറെ രീതിയിലൊക്കെ ചെയ്യാം എളുപ്പത്തിൽ. ഇത് തന്നെ പറ്റിയില്ല എന്നുണ്ടെങ്കിലും വേറെ ടൈപ്പായിട്ട് ചെയ്യാമല്ലോ. പിന്നെ ഇപ്പോൾ നമ്മുടെ കുറേ ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ചെയ്തു വരുന്നൊരു സംഭവമാണിത്. നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാം. അത് ഭയങ്കര ക്യൂട്ട്, പിൻട്രസ്റ്റിങ് ആ ഒരു വൈബിൾ ഐറ്റംസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു ക്യൂട്ട് ആ ഒരു വൈബിലാണല്ലോ പറയുന്നത്, അതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ ഇമേജസും ആ ഒരു മോഡലാണ്. പിന്നെ കേക്ക് ബേക്കിംഗ് ആണ് അടുത്തത്. ഇതും നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ്. പിന്നെ ഇതുപോലത്തെ ടംബ്ലേഴ്സൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്കൊന്നും ഇല്ലാത്ത ടംബ്ലർ വാങ്ങി ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ കപ്പ് ആൻഡ് സോസർ നല്ല ക്യൂട്ടായിട്ടുള്ളത് ചെയ്തെടുക്കാൻ പറ്റും. ക്ലേ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ക്ലേ വെച്ച് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ അത്ര ഫ്രണ്ട്ലി അല്ല. പിന്നെ ഇതുപോലത്തെ ഒരു കളർ അല്ലെങ്കിൽ ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള ഹാമ്പേഴ്സ് നല്ല വേർത്താണ്. ട്രോളി ഹാമ്പറൊക്കെ. പിന്നെ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ആ ഒരു ടൈം ആവാറായി. സോ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇതാണ്. അല്ലാത്ത ടൈമിലും നല്ല ട്രെൻഡാണ്. ഇതുപോലത്തെ ക്യൂട്ട് ആയിട്ടുള്ള പെൻസിൽസ്, അതുപോലെ ബുക്സ്, ഡയറീസ്. ഇതിലൊക്കെ കാണിക്കുന്ന ഡയറിയാണ്. അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുള്ള ബുക്സൊക്കെ വന്ന് എന്തായാലും ഇഷ്ടപ്പെടുന്നവരെല്ലാം പർച്ചേസ് ചെയ്യും. ഇത് കണ്ടത് വേറെ ടൈപ്പ് ഡയറിയാണ്. പിന്നെ വാട്ടർ ബോട്ടിൽസ് വെറൈറ്റി ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് മാക്സിമം വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് കസ്റ്റമർ പറയുന്ന പോലെ ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ പക്ഷേ വില കുറച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ വാങ്ങും.
പിന്നെ സ്കൂൾ ബാഗ്സ്, നല്ല ക്യൂട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള ബാഗ്സ്, അതുപോലെ ടോട്ട് ബാഗ്സ് അതൊക്കെയാണ്. പിന്നെ ഹെയർ ബാൻഡ്സ്, ഹെയർ ക്ലിപ്സ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ എൻ്റെ കുറച്ച് ഇമേജസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴും പണ്ടും അടിപൊളി ട്രെൻഡിങ്ങിലുണ്ടായിരുന്ന ക്ലോ ക്ലിപ്സ്, പിന്നെ ഇതാ ഇതുപോലത്തെ ഐറ്റം ക്രഞ്ചീസ്, ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആണ്. ഒരെണ്ണമായിട്ട് വാങ്ങാണ്ട് ഭയങ്കര അത്ര ലാഭമൊന്നുമില്ല. സോ 3 കുറച്ച് വില കുറച്ച് ആ ഒരു മോഡലിൽ അങ്ങനെ ഒരു ഓഫറിൽ കൊടുക്കുക. പിന്നെ ഇതാ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ്, ക്യൂട്ട് ഐറ്റംസ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇമേജസ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ക്യൂട്ട് എസ്തെറ്റിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഐറ്റംസ് ഇങ്ങനെ വെബ്സൈറ്റ്സിൽ നിന്ന് വരുത്താം. അല്ലെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് പ്രിൻറ്റിങ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി പേരും അത് കാണാൻ സാധ്യതയില്ല, കാരണം മുമ്പ് ഇട്ട വീഡിയോ അല്ലേ. സോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ പിന്നെ വീണ്ടും ചെയ്യാം. പിന്നെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വേണ്ടതാണ് റൈറ്റിംഗ് ബോർഡ്. ട്രാൻസ്പെറൻ്റ് ആണ് വലുതായ കൂടുതലും ആൾക്കാർക്ക് ആവശ്യം. എങ്കിലും ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസിനും നല്ല ഓർഡേഴ്സ് ഉണ്ട്. സോ രണ്ടും അടിപൊളിയാണ്. പിന്നെ ഇതുപോലത്തെ മാർക്കേഴ്സ്, ചില ക്യൂട്ട് പിക്സ് ആണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പം ക്യൂട്ട് ഇഷ്ടമില്ലാത്തവരെ അല്ലാതെയും ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഇയറിങ്സ്. ഒത്തിരി നേരം എടുത്താൽ ബോറാവില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. ബൈ.